ഹലോ എവരിവൺ, IVF ജേർണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. IVF ജേർണിയിൽ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇതാണ്: എംബ്രിയോ നല്ലതാണ്, പിന്നെ എന്തുകൊണ്ട് ഫെയിലായി? എൻ്റെ സബ്സ്ക്രൈബർ അടുത്തിടയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. മെയിനായിട്ട് എംബ്രിയോ ക്വാളിറ്റി, പിന്നെ യൂട്രസിൻ്റെ റെഡിനെസ്, അതുപോലെ ശരിയായ ടൈമിങ്. ഇതെല്ലാം ശരിയായെങ്കിൽ മാത്രമാണ് ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളൂ. ഏതെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കില്ല, പ്രഗ്നൻസി പോസിബിൾ ആകില്ല. നമുക്കിനി വിശദമായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തത് യൂട്രസിൻ്റെ ലൈനിങ് ആണ്, അതായത് എൻഡോമെട്രി എന്ന് പറയും. നമ്മൾ IVF ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും സ്കാൻ ചെയ്യാറുണ്ട്. അത് എൻഡോമെട്രി റെഡിയായോ ലൈനിങ് യൂട്രസിൻ്റെ തിക്നെസ് മെഷർ ചെയ്യാനാണ് അത് മെയിനായിട്ട് ചെയ്യുന്നത്. എംബ്രിയോ അറ്റാച്ച് ചെയ്യുന്ന സ്ഥലമാണ് എൻഡോമെട്രിയം. എംബ്രിയോ അറ്റാച്ച് ചെയ്യാൻ ലൈനിങ് സോഫ്റ്റ് ആയിരിക്കണം. തിക്നെസ് സാധാരണയായിട്ട് 7 മുതൽ 10 മില്ലിമീറ്റർ വരെ വേണം. 7 താഴെയാണെങ്കിൽ ഇംപ്ലാന്റേഷൻ സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ആ സ്കാനിങ്ങിൽ തന്നെ യൂട്രസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടി നോക്കാറുണ്ട്. ആ ബ്ലഡ് ഫ്ലോ കുറവായാലും ഇംപ്ലാന്റേഷൻ നടക്കില്ല. ചിലർക്ക് റിപ്പീറ്റഡ് സൈക്കിൾസിലായാലും ലൈനിങ് തിക്കായിട്ട് വരാറില്ല. ചിലർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ട്രൈലാമിനാർ കിട്ടത്തില്ല. അതുപോലെ വാസ്കുലാരിറ്റിയുടെ ഗ്രേഡ് ശരിയാവത്തില്ല. അതായത് ബ്ലഡ് ഫ്ലോ കൂടെ നോക്കും. ഇതെല്ലാം ശരിയായെങ്കിൽ മാത്രമാണ് എംബ്രിയോ അറ്റാച്ച്ഡ് ആവുള്ളൂ, പ്രഗ്നൻസി സാധ്യമാകുള്ളൂ. അപ്പോൾ എംബ്രിയോ ക്വാളിറ്റി മാത്രമല്ല തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ വിൻഡോ മിസ്മാച്ച്. അതായത് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അതായത് നമ്മൾ ഞാൻ Day 3 എംബ്രിയോ ഒക്കെ ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോമെട്രി റെഡിയായ ശേഷം പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 3-ാമത്തെ ദിവസമാണ്. അതായത് അത് ആർട്ടിഫിഷ്യൽ സൈക്കിൾസിലാണ്. അതായത് നാച്ചുറൽ സൈക്കിളാണ് ചെയ്യുന്നതെങ്കിൽ ഓവുലേഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. ഓവുലേഷൻ നടന്നു പോയി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്താലും ഇംപ്ലാന്റേഷൻ നടക്കില്ല. അതാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. ഒരു ഇംപ്ലാന്റേഷൻ വിൻഡോ ഉണ്ട്. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ ട്രാൻസ്ഫർ ആയെങ്കിൽ മാത്രമാണ് ഇംപ്ലാന്റേഷൻ നടക്കുള്ളൂ. അപ്പോൾ യൂട്രസ് റെഡി ആയിരിക്കുന്ന സമയമാണ് അത് മിസ്സായി പോയി കഴിഞ്ഞാൽ എത്ര ബെസ്റ്റ് എംബ്രിയോ ആണെങ്കിലും അത് ട്രാൻസ്ഫർ നടക്കത്തില്ല, ഇംപ്ലാന്റേഷൻ നടക്കത്തില്ല. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഇപ്പോൾ പ്രൊജസ്ട്രോൺ ലെവൽ കുറവായി കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഫെയിലാകും. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്, ഇപ്പോൾ ക്ലാഫിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തലേദിവസം പ്രൊജസ്ട്രോണിൻ്റെ അളവ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അത് കുറവാണെങ്കിൽ ഇഞ്ചെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ ലെവൽ കുറവായി കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഫെയിലാകും. അതുപോലെ ഈസ്ട്രജൻ ഇംബാലൻസ് ഉണ്ടെങ്കിലും ലൈനിങ് ക്വാളിറ്റിക്ക് പ്രശ്നമാകും. അപ്പോൾ ഈസ്ട്രജൻ്റെ ടാബ്ലറ്റ് നമ്മളതനുസരിച്ച് ഡോസ് കൂട്ടേണ്ടി വരും. അത് ഹോർമോൺസ് ശരിയായാൽ മാത്രമാണ് ഇംപ്ലാന്റേഷൻ ശരിയാവുകയുള്ളൂ. നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോയ്ക്ക് എന്തെങ്കിലും ജെനറ്റിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പം മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ എംബ്രിയോ ഗുഡ് ആയിരിക്കും, കാണാനും നല്ലതുള്ളൂ. ജെനറ്റിക് ഇഷ്യൂ ഉണ്ടോ എന്ന് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒക്കെ പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നാലും അത് ടെസ്റ്റ് ചെയ്തതിന് നോക്കണം. ഇപ്പം ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാം, അതും ഒരു ഇംപ്ലാന്റേഷൻ ഫെയിലിയർ കാരണമാകാം. അല്ലെങ്കിൽ തന്നെ ഇംപ്ലാന്റ് ചെയ്താൽ എയർലി മിസ്കാരേജ് ഉണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ PGT ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. അപ്പോൾ നാലാമത്തെ കാര്യം അതാണ്, മനസ്സിലായല്ലോ. ഇനി അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിന് എന്തെങ്കിലും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ്. അപ്പോൾ യൂട്രസിൽ ഫൈബ്രോയിഡ്, പോളിപ്പ്, അതുപോലെ അഡ്ഹീഷൻ, സെപ്റ്റേറ്റ് യൂട്രസ് ഒക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂട്രസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് എംബ്രിയോയ്ക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എംബ്രിയോ അറ്റാച്ച് ചെയ്യുന്നത് എൻഡോമെട്രിയത്തിലാണ്. ഇപ്പോൾ എൻഡോമെട്രിയത്തിലൊക്കെ നമ്മൾ വല്ല പോളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എംബ്രിയോയ്ക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല, ഇംപ്ലാന്റേഷൻ നടക്കില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് എന്താ പറയുക, ട്രാൻസ്ഫറിന് മുമ്പ് ഹിസ്ട്രോസ്കോപ്പി ഒക്കെ ചെയ്യാറുണ്ട്. എനിക്കങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഫൈബ്രോയിഡൊക്കെ മെഷർ ചെയ്യാറുണ്ട്. വലിയ ഫൈബ്രോയിഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് റിമൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പല കേസസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എംബ്രിയോയുടെ ക്വാളിറ്റി മാത്രം നോക്കിയിട്ടല്ല പ്രഗ്നൻസി പോസിബിൾ ആകുന്നത്. പിന്നെ ആറാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം ഇഷ്യൂസ്. അതായത് നമുക്ക് എംബ്രിയോ എന്ന് പറയുമ്പോൾ നമ്മുടെയും ഹസ്ബൻഡിൻ്റെയും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സ്പേം ഉള്ളത് കൊണ്ട് അത് നമ്മുടെ ബോഡി ചിലപ്പോൾ ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ആയിട്ട് ചിലപ്പോൾ കൺസിഡർ ചെയ്യും. അപ്പോൾ എംബ്രിയോനെ ഫോറിൻ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മുടെ ബോഡി അത് സ്വമേധവ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇംപ്ലാന്റേഷൻ അത് ഫെയിലിയർ ആവാനായിട്ട് കാരണമാകും. റെക്കറൻറ്റ് IVF ഫെയിലിയർ ഉള്ളവരിലാണെങ്കിൽ ഈ ഫാക്ടറോട് കൺസിഡർ ചെയ്ത് അതിൻ്റെ കൂടി ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് നോക്കാറുണ്ട്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഇഷ്യൂസ് കൊണ്ടും നമുക്ക് ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ഉണ്ടാകാറുണ്ട്.
പിന്നെ 7ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ്. അപ്പോൾ ചില ആൾക്കാർക്ക് ത്രോംബോഫീലിയ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ എംബ്രിയോക്ക് ഇംപ്ലാന്റ് ആയിക്കഴിഞ്ഞാൽ അതിന് വളരണമെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് കിട്ടണം, പ്ലാസിൻ്റെയിലേക്ക് ബ്ലഡ് ഫ്ലോ കിട്ടണം. ബ്ലഡ് ഫ്ലോ ഉണ്ടാവില്ല, ബ്ലഡ് ഫ്ലോ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ന്യൂട്രിയൻസ് ഒന്നും കിട്ടാണ്ട് എന്താ പറയുക എംബ്രിയോ ഡെവലപ്പ് ആവത്തില്ല. ജസ്റ്റ് ഇംപ്ലാന്റ് ചെയ്യുമായിരിക്കും, പക്ഷെ ഡെവലപ്പ് ആവത്തില്ല. ചിലപ്പോൾ എയർലി മിസ്കാരേജ് സംഭവിക്കാം, അല്ലെങ്കിൽ തന്നെ അത് ഇംപ്ലാന്റേഷൻ ഫെയിലിയറിലേക്കും ആകാറുണ്ട്. ഇനി റീസൺസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. അതൊക്കെ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ തുടർന്നാകാം. ഇനി 8ാമത്തെ റീസൺ എന്ന് പറയുന്നത് ക്രോണിക് ഇൻഫെക്ഷനുള്ള ഇൻഫ്ലമേഷൻ. അതായത് ചില ആൾക്കാർക്ക് എന്താ പറയുക സിവിയർ എൻഡോമെട്രിയോസിസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അത് എന്ന് പറയും അതേപോലെ ക്രോണിക് എൻഡോമെട്രിയോസിസ് പോലുള്ള കാര്യങ്ങൾ സൈലന്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാം. ചിലപ്പോൾ സിംറ്റംസ് ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഇല്ലാതെയും ഇംപ്ലാന്റേഷൻ തടസ്സപ്പെടാം. അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ശരിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ ആയിട്ട് ഫെയിലിയർ ആകാം. പിന്നെ 9ാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ആൻഡ് മെറ്റബോളിക് ഫാക്ടേഴ്സ് ആണ്. അതായത് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് ഹോർമോൺ ഇംപ്ലാന്റേഷൻ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. ഏതൊരു സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ ആണ്. ഈ കോർട്ടിസോൾ നമുക്ക് ഇംപ്ലാന്റേഷന് ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് പ്രൊജസ്ട്രോൺ. നിങ്ങൾക്കറിയാം. അപ്പോൾ സ്ട്രെസ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അതിനെയും ഒരു സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊജസ്ട്രോണായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഒരുപാട് സ്ട്രെസ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ആകും. പിന്നെ ഭയങ്കരമായ എന്താ പറയുക ഓവർ വെയ്റ്റ്, ഒബീസിറ്റി, പിന്നെ PCOD, പിന്നെ തൈറോയിഡ് ഇഷ്യൂസ് അങ്ങനെയുള്ള ആൾക്കാർക്ക്, പിന്നെ ഷുഗർ, പ്രഷർ അങ്ങനെയൊക്കെ ഇതൊന്നും കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഇംപ്ലാന്റേഷൻ റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് തൈറോയിഡ് ഉള്ള ആൾക്കാർ അത് നോർമൽ ആക്കേണ്ടതാണ്. PCOS ഉള്ള ആൾക്കാർ ഷുഗർ ഒന്നും കഴിക്കാതെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അധികം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇംപ്ലാന്റേഷന് നെഗറ്റീവായിട്ട് ബാധിക്കും. പിന്നെ എന്താ പറയുക നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ച് വെയിറ്റ് നോർമലാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതും നമ്മുടെ ഇംപ്ലാന്റേഷന് ഫെയിലിയർ ആക്കും. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക ഉറക്കം നിന്നാൽ തന്നെ കൃത്യസമയത്ത് ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുപോലും നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസത്തിനെ ബാധിക്കുകയും ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ആകാനും ഒക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതായത് എംബ്രിയോ ക്വാളിറ്റി മാത്രമല്ല നമ്മുടെ IVF സക്സസിനെ നിയന്ത്രിക്കുന്നത് പല ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ 10ാമത്തെ റീസൺ ആണ് ഞാൻ പറയുന്നത് ഏജ് ആൻഡ് ഇക്വാളിറ്റി. അതായത് 35 വയസ്സിന് മുകളിലാണെങ്കിൽ എംബ്രിയോ ക്വാളിറ്റി, അതായത് എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഓരോ പെൺകുട്ടികളും ജനിക്കുന്നത് ദശലക്ഷക്കണക്കിന് എഗ്ഗുമായിട്ടാണ്. എന്നാൽ ഓരോ പീരീഡ്സ് കഴിയും തോറും ഇങ്ങനെ എഗ്ഗ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പ്രായം കഴിയുന്തോറും നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും കുറയും. എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എംബ്രിയോയുടെ ക്വാളിറ്റിയും കുറയും. അപ്പോൾ 35 വയസ്സിനുള്ള മേളിലേക്ക് ആകുമ്പോഴത്തേക്കും എംബ്രിയോയ്ക്ക് ക്വാളിറ്റി കുറയും. എംബ്രിയോയ്ക്ക് ജെനറ്റിക്കായിട്ട് ക്വാളിറ്റിയിലൊരു ഇമ്പാക്റ്റ് ആവും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത് നന്നായിട്ട് തോന്നാം, പക്ഷെ ചിലപ്പോൾ എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ 25 വയസ്സിലുള്ള ആൾക്ക് ഒരു എംബ്രിയോ കിട്ടിയുള്ളൂ, 35 വയസ്സുള്ള ആൾക്ക് ഒരു എംബ്രിയോ കിട്ടിയുള്ളൂ എങ്കിൽ 25 വയസ്സുകളുടെ എംബ്രിയോ ഇംപ്ലാന്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. 35 വയസ്സുള്ള ആളുടെ എംബ്രിയോ ഇംപ്ലാന്റ് ആകാനുള്ള ചാൻസ് കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും ഏജും എംബ്രിയോ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ എന്താ പറയുക ജസ്റ്റേഷണൽ ഡയബറ്റീസ്, പ്രഷർ അങ്ങനെ പലതും വരാനുള്ള ചാൻസും കൂടുതലുണ്ട്. അപ്പോൾ ഏജ് കഴിയുന്തോറും IVFന്റെ സക്സസ്സും കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രായത്തിലൊക്കെ IVF ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അത് എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് 10 റീസൺ ഞാൻ പറഞ്ഞു. അപ്പോൾ എംബ്രിയോ ക്വാളിറ്റി മാത്രമല്ല ഡിസൈഡ് ചെയ്യുന്നത്. ഗുഡ് എംബ്രിയോ എന്നതുകൊണ്ട് ഒരു ഗ്യാരണ്ടി അല്ല, അതൊരു പോസിബിലിറ്റി മാത്രമാണ് IVF എന്ന് പറഞ്ഞാൽ. IVF ഒരു സയൻസ് ആണ്, സയൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് ആയിരിക്കണം, പിന്നെ ബോഡി റെസ്പോൺസ് ഉണ്ടാവണം, പല കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് സക്സസ് ആവുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള IVF ഫെയിൽ ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തണ്ട. കറക്റ്റ് റീസൺ കണ്ടെത്തി ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സൈക്കിളിൽ നിങ്ങൾക്ക് സക്സസ് ആകാവുന്നതേ ഉള്ളൂ.
അപ്പോൾ എൻ്റെത് തന്നെ അറിയാം, എൻ്റെ 3ാമത്തെ ട്രാൻസ്ഫറിലാണ് IVF പോസിറ്റീവ് ആയത്, നമുക്ക് കുഞ്ഞാവേനെ കിട്ടിയത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഒരു ട്രാൻസ്ഫർ ഫെയിലായെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാതെ കറക്റ്റായിട്ടുള്ള റീസൺസ് കണ്ടുപിടിച്ചിട്ട് നെക്സ്റ്റ് സൈക്കിളിൽ അത് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നല്ലൊരു ഫെർട്ടിലിറ്റി ഡോക്ടറെ ഫെർട്ടിലിറ്റി സെൻറ്ററിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക കേട്ടോ. പിന്നെ ഇത്തരത്തിലുള്ള ഫെർട്ടിലിറ്റി സംബന്ധമായ അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇടാൻ തുടങ്ങിയത്. സമയമൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടൊക്കെയാണ്. എന്നാലും നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടു. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള കുഞ്ഞാവിനെ കിട്ടുന്നതിന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.